ചാത്തവല പഞ്ചായത്ത് UDF കമ്മിറ്റിയാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത്. ചാത്തവല പഞ്ചായത്തിലെ 8 വാർഡുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ ആവശ്യമായ ഒരു പദ്ധതിയാണ് കൂളിമാട് NCPC പദ്ധതി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടി കേരള ഗവൺമെൻറ്റിൻ്റെ വാട്ടർ അതോറിറ്റിയുടെ കീഴിലാണ് ഈ പദ്ധതിയുടെ പ്രവർത്തനം നടക്കുന്നത്. 2005 പ്രവർത്തനം ആരംഭിച്ച പദ്ധതിയാണ്. 2016 ഭാഗികമായി അതിൽ നിന്നും വെള്ളം വിതരണം ചെയ്യാൻ തുടങ്ങി. 2022 നേരത്തെ കോഴിക്കോട്ട് കോർപ്പറേഷനിലേക്ക് വെള്ളം എടുത്തിരുന്ന PHEDലെ ഹെഡ്വർക്ക് സെക്ഷനിൽ നിന്ന് ഈ പൈപ്പ് ലൈൻ വഴി വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അതിനു മുമ്പ് തന്നെ 2016 തന്നെ ഇതിന് കൃത്യമായുള്ള ഒരു ഗുണഭോക്തൃ കമ്മിറ്റി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. 24 അംഗ ഗുണഭോക്തൃ കമ്മിറ്റിയാണ് അതിന് നിലവിലുള്ളത്. അതിലൊരു കൺവീനറുണ്ട്, മറ്റു കുറേ മെമ്പർമാരുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ, ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളൊക്കെ അടങ്ങുന്നതാണ് കമ്മിറ്റി. ആ കമ്മിറ്റി നല്ല നിലയിൽ ഇതിന് പ്രവർത്തനം നടത്തി വരികയാണ്. ഗുണഭോക്താക്കളിൽ നിന്നും വെള്ളം ഉപയോഗിക്കുന്നതിന് ആവശ്യമായുള്ള വാട്ടർ അതോറിറ്റി നിശ്ചയിക്കപ്പെട്ട തോതിലുള്ള ഫീസ് ഈടാക്കിക്കൊണ്ടാണ് ആ പദ്ധതിയുടെ പ്രവർത്തനം മുന്നോട്ട് പോയത്. എന്നാൽ 2022 ജനുവരി 1 മുതൽ കൂളിമാടിലെ വാട്ടർ അതോറിറ്റി ഹെഡ്വർക്ക് സെക്ഷനിൽ വെള്ളം വിതരണം ആരംഭിച്ചതിന് ശേഷം കൃത്യമായ തോതിൽ അതിൻ്റെ പണം പിരിച്ചെടുത്ത് കൃത്യമായി വാട്ടർ അതോറിറ്റിക്ക് പണം അടയ്ക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടില്ല. പലപ്പോഴും ഇത് 10ഓളം തവണകളിലായി വാട്ടർ അതോറിറ്റി അതിൻ്റെ ബില്ല് തുക ഇത്രയാണ് എന്ന് പഞ്ചായത്തിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട്, നോട്ടീസ് മുഖാന്തരം. ആ നോട്ടീസ് മുഖാന്തരം അങ്ങനെയൊക്കെ അവർ വിവരം അറിയിച്ചിട്ടും ആ പണം അടക്കാൻ അവർ തയ്യാറായിട്ടില്ല. അത് അടയ്ക്കേണ്ടത് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഗുണഭോക്തൃ കമ്മിറ്റിയാണ്. അപ്പോൾ ആ ഗുണഭോക്തൃ കമ്മിറ്റിയെ വിവരം അറിയിച്ച് യഥാസമയത്തിൽ വാട്ടർ അതോറിറ്റിയിൽ അടക്കേണ്ട പണം ശേഖരിച്ച് അത് അടപ്പിക്കാനുള്ള നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. കൃത്യവിലോപം പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഭരണസമിതി അതുപോലെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഇതിലുണ്ടായിട്ടുണ്ട്. അങ്ങനെ മാസങ്ങളോളം കുടിശ്ശികയായി വന്നപ്പോൾ 20,20,000 ചില്ലാനും ഉറപ്പിയ വാട്ടർ അതോറിറ്റി ഇപ്പോൾ കൊടുക്കാനായിട്ടുണ്ട്, കുടിശ്ശികയായിട്ടുണ്ട്. അത് അത്രയും വലിയ തുക കുടിശ്ശികയായി നിൽക്കുന്നത് കൊണ്ട് ഇനി വെള്ളം കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ കണക്ഷൻ വിച്ഛേദിച്ചു. അതിപ്പോൾ ഏകദേശം 4 മാസത്തോളമായിട്ട് കണക്ഷൻ വിച്ഛേദിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ വെള്ളം കൊടുക്കുന്നില്ല. ഇങ്ങനെ ഒരു സംഭവം വന്ന സമയത്ത് അവിടുത്തെ ഗുണഭോക്താക്കളും അതുപോലെ രാഷ്ട്രീയ പാർട്ടി പ്രതികളൊക്കെ പല തവണ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയും സെക്രട്ടറിയൊക്കെ കണ്ട് ഈ കാര്യം അവരെ ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തരമായി വെള്ളം കൊടുക്കാനുള്ള പദ്ധതി ഉണ്ടാകണം, നടപടി ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടിട്ട് യാതൊരു കാര്യത്തിലും ആ ഭാഗത്തിൽ തിരിഞ്ഞു നോക്കാൻ അവർ തയ്യാറായിട്ടില്ല. മാത്രവുമല്ല, ഇപ്പോൾ ഇവർ 2024 ഒക്ടോബർ 16 പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേർന്നു. ആ യോഗം ചേർന്ന് അവിടെ അന്നത്തെ തീരുമാനം 17 ഈ രൂപീകരിക്കപ്പെട്ട ഗുണഭോക്തൃ കമ്മിറ്റിയുടെ യോഗം വിളിച്ചു ചേർക്കും എന്നായിരുന്നു. എന്നാൽ 17 ആ യോഗം നടന്നിട്ടില്ല. മാത്രവുമല്ല, യോഗം നടന്നിട്ടില്ലെങ്കിലും ഈ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് കമ്മിറ്റി അംഗങ്ങളെ വിളിച്ചു ചേർത്ത് ഇവരുടെ ഫണ്ട് പിരിഞ്ഞു കിട്ടാനുണ്ടെങ്കിൽ ആ പണം സമാഹരിച്ച് വാട്ടർ അതോറിറ്റിയിലേക്ക് അടക്കാനുള്ള എന്തെങ്കിലും ഒരു ശ്രമം അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഒന്നും നടക്കാതെ പഞ്ചായത്ത് ബോർഡിൽ കൃത്യമായിട്ട് ഈ 24 അംഗ കമ്മിറ്റി ഉണ്ടായിട്ട് ആ കമ്മിറ്റിയെ മൊത്തം പറയാതെ കൺവീനറായിട്ടുള്ള അബ്ദുൽ ഹമീദിനെ മാത്രം ഒറ്റപ്പെടുത്തി ആക്രമിക്കാനാണ് തീർന്നത്. വളരെ മോശമായ പദപ്രയോഗങ്ങളാണ് ബോഡി യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ഹമീദിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുള്ളത്. അയാൾ കൃത്യവിലോപം നടത്തുന്നതല്ല, കുറ്റകരമായ അനാസ്ഥ നടത്തി തമ്മാടിത്തരം കളിച്ചു, തോന്നിയാസം കളിച്ചു. അതുകൊണ്ട് അയാളുടെ ശ്രദ്ധിക്കേണ്ട ബാധ്യതയല്ല. അയാൾ 30 ഒക്ടോബർ 30 പണം അടച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചത്. പഞ്ചായത്ത് ഭരണസമിതി അങ്ങനെ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരുപാട് കടമ്പകൾ കിടക്കേണ്ടതുണ്ട്, ഒരുപാട് നടപടികൾ പൂർത്തിയാക്കേണ്ടത്. പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നതിന് ശേഷമുള്ള പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തുകളിലൊക്കെ വെറും ഒരു ഭരണസമിതി യോഗം മാത്രമല്ല, അതിന് കീഴിൽ വ്യത്യസ്തമായിട്ടുള്ള ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട്. അതിലൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിധിയിലാണ് ഈ കുടിവെള്ളം വരുന്നത്. അത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണെന്ന് പറയുന്നത് അല്ല, ആരോഗ്യ ശുചിത്വ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിധിയിലാണ്. ഏതോ ഒരു കമ്മിറ്റിയുടെ പരിധിയിൽ ഇത് വരും. ആ കമ്മിറ്റിയുടെ പരിധിയിലാണ്, ആ കമ്മിറ്റിയാണ് ഇതിന് സംബന്ധമായ യോഗം നടത്തേണ്ടതും. ആ കമ്മിറ്റിയാണ് ഈ പണം അടക്കാനും പിരിച്ചെടുക്കാനും അടക്കാനും ഒക്കെയുള്ള നേതൃത്വം കൊടുക്കേണ്ടതുമൊക്കെ. എന്നിട്ട് അവർ യോഗം ചേർന്ന് അവരെ റിപ്പോർട്ടാക്കിയിട്ട് ആ റിപ്പോർട്ടാണ് ഭരണസമിതിയുടെ മൊത്തത്തിലുള്ള യോഗത്തിലേക്ക് അവതരിപ്പിക്കേണ്ടത്. അതൊന്നും നടക്കാതെയാണ് പഞ്ചായത്ത് ഈ ഒരു തീരുമാനമെടുത്ത്. ഈ തീരുമാനമെടുത്തത് മാത്രമല്ല,
വാർഡ് തലങ്ങളിൽ പഞ്ചായത്ത് മെമ്പർമാരെ കൊണ്ട് പ്രത്യേകമായിട്ട് യോഗം വിളിച്ചർപ്പിച്ചിട്ട് അവിടെ വെച്ച് ഈ ആളുകളുടെ മുമ്പാകെ ഈ കൺവീനറായ ഹമീദിനെ അവിടെ തേജോവധം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ അവിടെ ആളുകളുടെ മുമ്പിൽ പരിഹാസ്യരാക്കിയത്. അതൊക്കെ അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ 2-3 ആളുകൾ ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ കലക്ടർക്കും അതുപോലെ തന്നെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിനും പരാതി കൊടുത്തു. വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരാതി അന്വേഷണത്തിന് വന്നതായി അറിഞ്ഞിട്ടില്ല. കോഴിക്കോട് കലക്ടർക്ക് കൊടുത്ത പരാതി പ്രകാരം കഴിഞ്ഞ 27-ാം തീയതി നവംബർ 27-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് ജോയിൻറ്റ് ഡയറക്ടർ കലക്ടർ ചുമതലപ്പെടുത്തിയ അടിസ്ഥാനത്തിൽ ജോയിൻറ്റ് ഡയറക്ടർ പഞ്ചായത്ത് ഓഫീസിലേക്ക് വന്നു ഈ പരാതിക്കാരുടെ തെളിവെടുക്കാൻ. മാത്രമല്ല കൺവീനറായ ഹമീദിൽ നിന്നും എന്തെങ്കിലും വിവരം ശേഖരിക്കാനും കൂടി വന്നു. അവർ പോയി റിപ്പോർട്ട് കൊടുത്തതിന് അവർക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു. അവർ രേഖകളൊക്കെ കാണിച്ചു കൊടുത്തു. പക്ഷേ ഹമീദ് അവിടേക്ക് ചെന്നില്ല. അവർ വിളിച്ചിട്ട് അവർ മറുപടി കൊടുത്തില്ല, ഫോൺ എടുത്തില്ല എന്നാണ് പറയുന്നത്. അന്നേ ദിവസമാണ് ഇയാൾ വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഈ 27-ാം തീയതിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് കൃത്യമായിട്ട് ഒരു ഹമീദ് മരണപ്പെട്ടു എന്നത് ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഞങ്ങളുടെ നാട്ടിലെ അറിയപ്പെടുന്ന നല്ല ഒരു പൊതുപ്രവർത്തകനാണ് ഹമീദ്. ഹമീദിൻ്റെ പേരിൽ എന്തെങ്കിലും വലിയൊരു ആരോപണമോ അഴിമതി ആരോപണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചീത്തപ്പേരുണ്ടെന്ന് ഇന്ന് വരെ ഒരാളും പറയാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള നല്ലൊരു പൊതുത്വം മാത്രമല്ല, ഒറിജിനൽ നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ് അയാൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വലിയ തോതിൽ സംഭാവന ചെയ്ത അദ്ദേഹത്തെ വലിയൊരു തറവാട്ടിലെ അംഗം. അയാൾക്ക് ഉപ്പയുടെയും ഉമ്മയുടെയും വകയായിട്ട് മരണത്തിന് ശേഷം കിട്ടിയുള്ള സ്വത്ത് പലപ്പോഴും വിറ്റ് ഇതാക്കിയിട്ട് പാർട്ടി ഉണ്ടാക്കാൻ, പാർട്ടിക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ, പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിച്ച് ഒന്നും അല്ലാത്തൊരവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത്. അത്രയും നല്ല ഒരു പൊതുപ്രവർത്തകൻ, ഒരു പാർട്ടി പ്രവർത്തകൻ. ആ പാർട്ടി പ്രവർത്തകന് ഇങ്ങനത്തെ പ്രയാസം വന്നപ്പോൾ അയാളെ സഹായിക്കേണ്ടത് ആ പാർട്ടിയാണ്. പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്താണ്. പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പറാണ് ഇന്ന് പഞ്ചായത്ത് ബോർഡ് പ്രസിഡൻറ്റ്. ഇയാളുമായി ബന്ധപ്പെട്ട് ഇയാളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അയാൾ പണം പറ്റിപ്പോയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കാണാൻ നേതൃത്വം കൊടുക്കേണ്ടത് പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അതയാൾ ചെയ്തില്ല. ആളുകളെ മുമ്പിൽ വഷളാകുന്നിടത്തോളം വഷളായിക്കോട്ടെ, നാറുന്നിടത്തോളം നാറിക്കോട്ടെ എന്ന രൂപത്തിലേക്ക് അയാളെ നാറ്റിക്കാനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രമിച്ചത്. അവർ നേരെ ചൊവ്വയെ ചെയ്യേണ്ട ഒരു സംഗതിയും അവർ ചെയ്തിട്ടില്ല. ഇപ്പോൾ അവർ പരാതി പറയുന്നത് ഇയാളുടെ മയ്യത്ത് മറ ചെയ്തതിന് ശേഷം കൂളിമാടങ്ങാടിയിൽ അനുശോചന യോഗം നടന്ന് ആ അനുശോചന യോഗത്തിൽ ഇവർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് UDF നേതാക്കന്മാർ UDFിൻ്റെ നേതൃത്വത്തിൽ പല തവണ സമരം സംഘടിപ്പിച്ചിരുന്നു. ആ സമരത്തിൻ്റെ ഭാഗമായി UDFിൻ്റെ പല നേതാക്കന്മാരും പ്രസംഗിച്ചപ്പോൾ ഈ ഹമീദിൻ്റെ പേരെടുത്ത് അയാൾ കള്ളനാണ്, കൊള്ളക്കാരനാണ്, അഴിമതിക്കാരനാണെന്ന് പറഞ്ഞു. അത് താങ്ങാൻ കഴിയാത്തതുകൊണ്ടാണ് ഇദ്ദേഹം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തത് എന്നാണ് ഇവർ പറഞ്ഞത്. എന്നാൽ യാഥാർത്ഥ്യത്തിന് നേരെ മുഖം തിരിഞ്ഞ് നിന്ന് കൊഞ്ഞനം കുത്തുന്ന ഏർപ്പാടാണ് ചെയ്തത്. അവർ സത്യം മൂടി വെച്ചതാണ്. അവർ ഈ വിഷയത്തിൽ അവരാണ് 1-ാം പ്രതികൾ. അയാളുടെ കൂടെ ഇടതു വലതു നടക്കുന്ന സ്നേഹിതന്മാരാണ് 2-ാം പ്രതികൾ. അവർ ഈ കാര്യത്തിൽ അവരെ പങ്ക് മറച്ചു വെക്കാൻ വേണ്ടി, ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളവർ ഡയലോഗും അടിച്ച് നടക്കുന്നത്. സത്യത്തിൽ ഞങ്ങളിപ്പോൾ തീരുമാനിച്ചത് UDF കൃത്യമായിട്ട് ജാത്തോല പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കണം. അത് തടസ്സം ചെയ്തപ്പോൾ അത് ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ബാധ്യത രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലക്ക് UDFിനുണ്ട്. ആ UDFിൻ്റെ ധർമ്മമാണ് നിർവഹിച്ചത്. അത് അപ്പുറത്ത് ഒരാളെ പേരിൽ എടുത്തിട്ട് അവർ അഴിമതിക്കാരനാണോ കൊള്ളക്കാരനാണോ എന്ന് ഞങ്ങൾ ആക്ഷേപിച്ചിട്ടില്ല. അവിടെ കൃത്യവിലോപം നടന്നിട്ടുണ്ട്. ഇന്ന് വരെ അതിൻ്റെ കണക്ക് അവതരിപ്പിച്ചിട്ടില്ല. 2017 മുതൽ നല്ല നിലയിൽ നടക്കുന്ന ഒരു സ്കീം, ഒരു പദ്ധതി, ആ പദ്ധതിക്ക് ആളുകളിൽ നിന്ന് പണം വാങ്ങുന്നു, പണം ചെലവഴിക്കുന്നു. അതിൻ്റെ വരവെത്ര ചെലവെത്ര ഇന്ന് വരെ കണക്ക് അവതരിപ്പിച്ചിട്ടില്ല. ഈ ദിവസം വരെ 16 തുടങ്ങിയിട്ട് 24 8 കൊല്ലമായിട്ട് അതിലൊരു കണക്ക് ഒരു സ്ഥലത്തും അവതരിപ്പിച്ചില്ല. മാത്രവുമല്ല, അതുമായി ബന്ധപ്പെട്ട് ഒരു രേഖയും ചാത്തമല പഞ്ചായത്തിലില്ല. പഞ്ചായത്താണ് അതിൻ്റെ കസ്റ്റോഡിയൻ, പഞ്ചായത്ത് സെക്രട്ടറിയാണ് കസ്റ്റോഡിയൻ. പഞ്ചായത്ത് ഓഫീസിൽ അതിൻ്റെ എല്ലാ രേഖകളും വേണം. ആളുകളിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ കൃത്യമായി പഞ്ചായത്തിൽ രേഖ വേണം. സാധാരണ നമുക്കറിയാലോ, നമ്മൾ മാവൂർ പഞ്ചായത്തിനും ചാത്തമല പഞ്ചായത്തിനൊക്കെ ചാലിയാർ പുഴയെന്നും ഇരുവഞ്ഞി പുഴയെന്നും പൂഴി എടുക്കാറുണ്ടായിരുന്നു. പൂഴി എടുക്കുമ്പോൾ ഇന്ന് പൂഴി എടുത്തിട്ടുണ്ടെങ്കിൽ രാവിലെ എടുത്തിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം അതിൻ്റെ പണം പഞ്ചായത്തിൽ അടക്കണം, അത് റെസീറ്റ് വാങ്ങണം, പിറ്റേന്നേക്കുള്ള റെസീറ്റ് സീൽ ചെയ്ത് കൊടുക്കണം. പക്ഷേ ഇവിടെ ഈ പണം വാങ്ങിയിട്ട് ഇന്ന് വാങ്ങിയ നാളെ കൊടുത്തില്ല, മറ്റന്നാൾ കൊടുത്തില്ല. ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും അതിൻ്റെ കണക്ക് പഞ്ചായത്തിൽ കൊടുത്ത് പഞ്ചായത്ത് സെക്രട്ടറിമാരായാലും ഉത്തരവാദിത്തം നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കുക വേണം. ഇന്ന് വരെ നടന്നിട്ടില്ല. അവരിപ്പോൾ പറയുന്നത്
വിവരാവകാശ പ്രകാരം കത്തയച്ചപ്പോൾ നോട്ടീസ് കൊടുത്തപ്പോൾ നോട്ടീസിന് മറുപടി എന്താണ്? ചാത്തവലം പഞ്ചായത്ത് ഓഫീസിൽ ഇത് സംബന്ധമായി ഒരു രേഖയും ഇല്ല എന്നാണ്. ഇതിനു വേണ്ടി പിന്നെ രൂപീകരിക്കപ്പെട്ട ഗുണഭോക്തൃ കമ്മിറ്റിയെക്കുറിച്ച് അവർക്ക് യാതൊരു വിവരവുമില്ല. ഇപ്പോൾ യോഗം വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 25-ാം തീയതി നോട്ടീസിനോട് യോഗം വിളിച്ചിട്ടുണ്ട്. അടുത്ത 9-ാം തീയതി യോഗം. ആ നോട്ടീസിൽ പ്രത്യേകത, ഞാൻ ആ കമ്മിറ്റിയിൽ മെമ്പറായി, 20-ാം നമ്പറുകാരനാണ് ഞാൻ മെമ്പറായിട്ട്. 24 ആളുള്ള കമ്മിറ്റി 20-ാം നമ്പറുകാരൻ ഞാനാണ്. എനിക്ക് നോട്ടീസ് അയച്ചതാ ഈ കൺവീനറായ അബ്ദുൽ ഹമീദ് MP, ആൾ ഇനീഷ്യലി വരെ തിരിച്ചിട്ടാണ്. അബ്ദുൽ ഹമീദ് MP പറഞ്ഞത് പ്രകാരം ഞാനും കെ എ ഖാദർ എന്ന നിങ്ങളും കമ്മിറ്റിയിലുണ്ട് എന്ന് മനസ്സിലാവുന്നു. അതുകൊണ്ട് നിങ്ങൾ 9-ാം തീയതി ചേർന്ന കമ്മിറ്റിയിൽ പങ്കെടുക്കണം എന്നാണ്. എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങളെക്കുറിച്ച് യാതൊരു രേഖയില്ല എന്നാണ്. ഈ കമ്മിറ്റിൻ്റെ രേഖ അല്ലെങ്കിൽ പിന്നെ പണത്തിൻ്റെ രേഖ ഉണ്ടാവുമോ? ഇത്ര കൃത്യവിലോ കുറ്റകരമായ അനാസ്ഥയാണ് ചാത്തവലം പഞ്ചായത്ത് ഭരണസമിതി നടത്തിയിട്ടുള്ളത്. ഇത് ഞാൻ പറയുന്നത് ഇത് അവരുടെ പാർട്ടിയിലുള്ള പിന്നെ ഗ്രൂപ്പിസമാണ്, വിഭാഗീയതയാണ്. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലൊക്കെ ഗ്രൂപ്പിസം ഉണ്ട്. ആ ഗ്രൂപ്പിസം കൂളിമാടിലുണ്ട്, കുറേ കാലമായി ഉണ്ട്, ഞങ്ങൾക്കൊക്കെ അറിയാം. ആ ഗ്രൂപ്പിസത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ അനുകൂലിക്കുന്ന ഭാഗത്തല്ല ഈ ഹമീദ് ഉള്ളത്. അയാൾ സത്യസന്ധനായ നിഷ്കളങ്കനായ ഒരു പൊതുപ്രവർത്തനാണ്. അയാളെ ഒന്ന് സൈഡാക്കാൻ, അയാളെ രാഷ്ട്രീയമായി വധിക്കാൻ ഉള്ള തീരുമാനത്തിൻ്റെ ഭാഗമാണ് ഈ തരത്തിലുള്ള മെല്ലെപ്പോക്ക് നടത്തിയിട്ടുള്ളത്. അതല്ല. ഈ നല്ല നിലയിൽ ഈ പ്രശ്നം പരിഹരിച്ച് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഇവർക്ക് 26-ാം തീയതി 27-ാം തീയതി യോഗം ചേരാം. ഇനി 27-ാം തീയതി പിന്നെ ഇവർ ഹിയറിങ്ങിന് വന്നപ്പോൾ അവിടെ പ്രസിഡന്റ് പറയേണ്ടത് ഈ കാര്യത്തിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. പക്ഷേ കിട്ടാനുള്ള കുറച്ച് ആളുകൾ പണം കിട്ടാനുണ്ട്, അത് പിരിച്ചെടുക്കാനുള്ള സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കും. അത് ഉണ്ടാക്കിയ ശേഷം ഞങ്ങൾ ഉടനെ തന്നെ വാട്ടർ അതോറിറ്റിക്ക് അടക്കാനുള്ള കുടിശ്ശിക ഞങ്ങൾ അടക്കും, അതിനുള്ള ഏർപ്പാട് ചെയ്യും എന്നാണ് ആ ഉദ്യോഗസ്ഥന്മാരോട് പറയേണ്ടത്. അതിന് പകരം അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല, സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ടോ എനിക്കറിയില്ല, അത് നിങ്ങൾ കണ്ടുപിടിക്കണം എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്. ആരെക്കുറിച്ച്? സ്വന്തം പാർട്ടി പ്രവർത്തകനെക്കുറിച്ച്. അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്? അയാൾ നടത്തിയിട്ടുണ്ട്, അയാൾ കുടുങ്ങിക്കോട്ടെ എന്നാണ്. ഞങ്ങൾ അയാൾ ഈ കൃത്യമായി അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് പക്ഷക്കാരനല്ല, ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്കത് അറിയാത്തൊരു കാര്യം അയാൾ അഴിമതി നടത്തിയിട്ടുണ്ട് പറയാൻ ഞങ്ങളാളത്. പക്ഷേ എവിടെയൊക്കെ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. അത് ഹമീദിൻ്റെ ഭാഗത്താണോ, പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭാഗത്താണോ, പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഭാഗത്താണോ, ആരുടെ ഭാഗത്താണോ എന്ന് കൃത്യമായി ഞങ്ങൾക്കറിയില്ല. അത് അന്വേഷിക്കണം. അതിന് ഇനിയും അന്വേഷണങ്ങൾ വരികയാണ്. ഗുണഭോക്താക്കൾ വിജിലൻസിൽ കൊടുത്തിട്ടുണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വിജിലൻസിൽ കൊടുത്തിട്ടുണ്ട്, അന്വേഷണം വരും. ഇവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അതും വരും. അത് വരട്ടെ. അതോടൊപ്പം ഞങ്ങൾ അവസാനിപ്പിക്കുകയല്ല, ഞങ്ങൾ കൃത്യമായി ഈ കാര്യത്തിൽ ഹമീദിനെ മരണത്തിലേക്ക് വലിച്ചയച്ചത് എന്താണ്, അത് കാരണം എന്താണ്, കാരണക്കാർ ആരാണ്, അത് കണ്ടുപിടിക്കണം. ആ ആളുകളെ പൊതുജന സമക്ഷം കൊണ്ടുവരണം. അവർക്ക് അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കാൻ പോവാണ്. അതോടൊപ്പം ഞങ്ങളെപ്പോലെ ഇവർ ആരോപിക്കപ്പെട്ട് പൊതു സദസ്സിൽ കൂളിമാട് അങ്ങാടിയിൽ പ്രസംഗിച്ച കാര്യം, അതിന് മറുപടി പറയാൻ, വിശദീകരണം നൽകാൻ, നാട്ടുകാരോട് വിശദീകരണം നൽകാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ ഇപ്പോൾ പറയുന്നത് അടുത്ത ദിവസം തന്നെ കൂളിമാട് അങ്ങാടിയിൽ വിശദീകരണ യോഗം നടത്തണം എന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ആ കാര്യം കൂടി ഞങ്ങൾ നടത്തും. നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതും ആളുകൾ പറയേണ്ട ഒരു കാര്യം, 10 തവണ വാട്ടർ അതോറിറ്റി ഇവർക്ക് നോട്ടീസ് അയച്ചിട്ട് ഒരു തവണ പോലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു യോഗം വിളിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റോ തയ്യാറായിട്ടില്ല. ആ കാര്യത്തിൽ അത്രയും വലിയ കൃത്യവിലോപമാണ്, കുറ്റകരമായ അനാസ്ഥയാണ് പഞ്ചായത്ത് അധികാരികൾ ചെയ്തത് എന്നതാണ്. പഞ്ചായത്ത് സെക്രട്ടറി ബില്ലൊക്കെ പഞ്ചായത്ത് സെക്രട്ടറി ബില്ല, പഞ്ചായത്ത് സെക്രട്ടറി അതിൻ്റെ കസ്റ്റോഡിയൻ. അതെ, അതായിരിക്കാം മനോവിഷമായിരിക്കും. പക്ഷേ ആ മനോവിഷമം UDA നേതാക്കന്മാർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞതാണോ, അതല്ല ഇവൻ്റെ തെമ്മാടിത്തരം, തോന്നിയാസം എന്നൊക്കെ പറഞ്ഞതാണോ? ഏതാണ് വിഷമം? പുതിയ അനുമതി എന്ന് പറഞ്ഞാൽ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ വിവിധ വാർഡുകളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് ഇയാളെ 1-2 യോഗത്തിൽ ഈ ഹമീദ് തന്നെ പങ്കെടുത്തിട്ടുണ്ട്. അവൻ്റെ സാന്നിധ്യത്തിലാണ് ഇവനെ ആളുകളെ മുമ്പിൽ അവഹേളിച്ചത്, അവൻ്റെ സാന്നിധ്യത്തിലാണ്. അപ്പോൾ സ്വാഭാവിക ഒരു മനുഷ്യന് എത്രമാത്രം സഹിക്കാൻ കഴിയത്? വാർഡ് മെമ്പർ പിന്നെ അജീഷിത, റഫീഖിത, അതെ റഫീഖിത, ഇവരെ കൊലക്ക യോഗത്തിൽ പിന്നെ സാന്നിധ്യത്തിൽ യോഗം നടന്നതല്ലേ?
അവിടെയൊക്കെ ഇയാളെന്നാണല്ലോ പറഞ്ഞത്. അല്ല, പഞ്ചായത്ത് ബോർഡ് തീരുമാനിച്ചതും ഇവന്റെ പേര് നടപടിയെടുക്കുക, കൺവീനറുടെ പേര് നടപടിയെടുക്കാൻ തീരുമാനിച്ചത് കമ്മിറ്റിയുടെ പേരിലല്ല. പറയപ്പെടുന്നു അദ്ദേഹത്തിന് ഇല്ലാത്ത പിന്നെ ഭാഗവത്താക്കിയിട്ടില്ല, കൺവീനറുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കാമെന്നാണ്. ഇത് മാത്രമല്ല, ഇവർ ചെയ്തെന്താ വെച്ചെങ്കിൽ നിലവിലുള്ള കമ്മിറ്റിയുടെ വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കാതെ എല്ലാ വാർഡിലും പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ പോയി ഒരു സമാന്തര യോഗം വിളിച്ചിട്ട് അവിടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അതിൽ പഞ്ചായത്ത് നേതൃത്വത്തിൽ കമ്മിറ്റി ഉണ്ടാക്കി. എന്നിട്ട് പറഞ്ഞത് ഇതുവരെയുള്ള വരവ് ചെലവ് കണക്കൊന്നും നോക്കണ്ട, അവരൊക്കെ തെറ്റ് സംഭവിച്ചത് ചെയ്ത് ക്രമവിരുദ്ധമാണ്, നമുക്കിതൊരു കാര്യം ചെയ്യുക, ഈ പൈസ എങ്കിലും അടച്ചിട്ട് വെള്ളമെത്തിക്കുക, എല്ലാവരും 1000 ഉറുപ്പിക കമ്മിറ്റി. അങ്ങനെ ഈ 8 വാർഡ്. അത് മാത്രമല്ല, അതിൽ വേറെ തമാശ, ഇപ്പോൾ ഈ കമ്മിറ്റി വിളിച്ചു ചേർത്തല്ലോ 9-ാം തീയതിക്ക് പഴയ കമ്മിറ്റി. ആ കമ്മിറ്റി ആദ്യമായിട്ട് വിളിച്ചു ചേർക്കുക. പക്ഷെ അതോടൊപ്പം തന്നെ ഈ കമ്മിറ്റി വിളിച്ചു ചേർക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഇവർ പുതുതായി ഉണ്ടാക്കിയ കമ്മിറ്റീനെ പഞ്ചായത്ത് അംഗീകരിച്ചു അല്ലേ? അജീഷ് നിങ്ങളൊന്ന് പറയുന്നത്, പഞ്ചായത്ത് മെമ്പർ അജീഷ് ഒന്ന് പറഞ്ഞു തരുമോ? പഞ്ചായത്തിൽ ഇപ്പോൾ ആദ്യമായിട്ടല്ല വരുന്നത്. പഞ്ചായത്തിൽ 2023 തൊട്ട് നിരന്തരമായിട്ട് പഞ്ചായത്ത് സെക്രട്ടറി വാർത്താതോർത്തിയിൽ വരുന്ന ഈ ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പദ്ധതി നിരുത്തരവാദപരമായാണ് നടക്കുന്നത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ആ പദ്ധതി മുടങ്ങുന്നിടത്തേക്ക് എത്തുമൊക്കെ നിരന്തരമായി സെക്രട്ടറി, പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലൊക്കെ അദ്ദേഹം പറയാറുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ നിലവിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റോ അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളൊന്നും മുഖവിലേക്ക് അന്നപ്പോൾ സെക്രട്ടറി പറയാറ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നോ ഉള്ളൂ എന്നൊരു വാക്കാണ്. അതിപ്പോഴും ഞങ്ങളെ മനസ്സിലുണ്ട് ആ വാക്ക്, ആ സെക്രട്ടറി പറയുന്ന വാക്ക്, നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ് എന്നുള്ളത്. ആ വാക്കാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത്. ഈ പറയുന്ന 20 ലക്ഷത്തിൻ്റെ ഈ കുടിശ്ശിക ബില്ല് വന്നതിൻ്റെ ശേഷം ഈ പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ ഇത് വന്നതിന് ശേഷം UDFൻ്റെ മെമ്പർമാർ ഈ പദ്ധതിയുടെ ക്രമക്കേടും കണക്കവതരിപ്പിക്കാത്തതൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ പ്രസിഡന്റ് സാഷ്ടാംഗ ചെയ്യലാണ് ഞങ്ങളുടെ മുന്നിൽ. ഞങ്ങളോട് പറയുക, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി, 100% ശരി. ഈ കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഈ അബ്ദുൾ ഹമീദ് എന്ന് പറയുന്ന വ്യക്തി ശുദ്ധ തെമ്മാടിത്തരവും തോന്നിവാസുമാണ്. ആ വാക്ക് തന്നെ അദ്ദേഹം പ്രയോഗിച്ചത്. ഇപ്പോഴും അത് മനസ്സിലുണ്ട്. ആ പറഞ്ഞ വാക്ക് പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റ്, അത് അദ്ദേഹത്തിന് ബോർഡ് യോഗത്തിൽ പിന്നെ ഈ ചീത്തയും ഈ UDF മെമ്പർമാരുടെ പ്രതിഷേധവും കനക്കുമ്പോൾ അദ്ദേഹത്തിന് ഓടി ഒളിക്കാനുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. ഈ വ്യക്തിനെ വെച്ചിട്ട് ഈ വ്യക്തിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുക. അതിനാണ് പറയുന്നത്, ഈ വ്യക്തിയാണ് ഈ ശുദ്ധ തെമ്മാടിത്തരവും തോന്നിവാസവും ചെയ്യുക. ഞങ്ങളയാളെ സംരക്ഷിക്കില്ല, ഞങ്ങൾക്കതിൽ ബാധ്യതയല്ല, ഞങ്ങളെ പാർട്ടീൻ്റെ കടമ അതല്ല. അങ്ങനെ പറയലാണ് ഈ ബോഡി യോഗത്തിൽ. ഈ ഏറ്റവും അവസാനം കഴിഞ്ഞ 19-ാം തീയതി ഇപ്പോൾ ഖാദർ മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പുതിയ ഗുണഭോക്തൃ കമ്മിറ്റി യോഗം വിളിക്കാൻ, കമ്മിറ്റി ഉണ്ടാക്കുന്ന രൂപീകരണം എന്ന് പറഞ്ഞിട്ടൊരു കത്ത് കൊടുത്തതിന് 25-ാം തീയതി ഒരു യോഗം വിളിച്ചിട്ട്. പക്ഷേ ഗുണഭോക്തൃ കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ പഞ്ചായത്ത് ബോർഡ് അതിന് അംഗീകാരം കൊടുത്ത് കഴിഞ്ഞ് ആ അംഗീകാരം കൊടുത്ത് UDF മെമ്പർമാർ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയ നിലവിലുള്ള വരവ് ചെലവ് കണക്ക് ഓഡിറ്റ് ചെയ്യാത്ത കണക്ക് UDF മെമ്പർമാർ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. ഞങ്ങൾ എതിർപ്പോട് കൂടിയിട്ടാണ് ആ ഗുണഭോക്തൃ കമ്മിറ്റി അംഗീകരിച്ച് പോണത്. ഇപ്പം വിരോധാഭാസം എന്ന് പറയട്ടെ, ഇപ്പം പറയുകയാണ് ഗുണഭോക്തൃ കമ്മിറ്റി രൂപീകരണത്തിനെ പറ്റി ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് 25-ാം തീയതി യോഗം വിളിച്ചതെന്ന്. അടുത്ത 9-ാം തീയതി. അങ്ങനെ ഈ വ്യക്തിയെ ഒരു കമ്മിറ്റി എന്നുള്ള രീതിയിലല്ല ഈ പ്രസിഡൻറ്റും ബന്ധപ്പെട്ട ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഈ കക്ഷികൾ ഇതിനെ കാണുന്നത്. ഈ വ്യക്തിയെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. ഏത് പഞ്ചായത്ത് ബോർഡ് യോഗത്തിൻ്റെയും പഞ്ചായത്ത് അയക്കുന്ന ഏത് കത്തെടുത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ വ്യക്തിയെ പേരെടുത്ത് പറഞ്ഞിട്ടോട്ടോ, വേറൊരാളെ പേരും അതിലുണ്ടാവില്ല. ഇദ്ദേഹത്തിന് അയക്കുന്ന നോട്ടീസ്, ഇദ്ദേഹത്തിൻ്റെ ഒക്കെ അബ്ദുൾ ഹമീദാണ് ഇതിന് ഉത്തരവാദി എന്നുള്ള രൂപത്തിലുള്ള പ്രചരണവും അതുപോലെ തന്നെയുള്ള പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ കുത്തുകളൊക്കെ നടക്കുമ്പോൾ ഈ വ്യക്തിയെ ഒറ്റ തിരിഞ്ഞുള്ള ആക്രമിക്കാനുള്ള ശ്രമമാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതുമ്പോൾ അദ്ദേഹത്തിന് ആ മാനസിക വിഷമം കൊണ്ടാണ് അദ്ദേഹം മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നാണ് ഞങ്ങൾ ആരോപിക്കുന്നതും ഞങ്ങൾ വിചാരിക്കുന്നതും. നേരത്തെ ഇതേമാതിരി ചാത്തമംഗലത്തെ ഒരു വിഷയം ഉണ്ടായിരിക്കുന്നത് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KE രാജഗോപാലൻ ഇതേമാതിരി മരണത്തിന് കീഴടങ്ങിയ ആളാണ്. അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വരിച്ചിട്ടാണ് വന്നത്, അത് മെഡിക്കൽ സയൻസ് പ്രകാരം. പക്ഷെ അദ്ദേഹത്തിന് വരാനുള്ളൊരു മൂല കാരണം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇതേമാതിരി കൃഷിഭവനിൽ കാർഷിക കർമ്മസേനയുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി ആരോപിച്ച് മന്ത്രിക്ക് വരെ പരാതി കൊടുത്ത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ പരാതിയിലെ അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിച്ച് അന്നാണ് അദ്ദേഹം രാത്രി അറ്റാക്കായിട്ട് മരിക്കുന്നത്. അതും അന്ന് ആരോപണം ഉയർന്നു വന്നതാണ്.
ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ പിന്നെ ഇദ്ദേഹത്തിന് ഇതേമാതിരി മാനസിക വിഷമത്തിൽ പിന്നെ തള്ളിവിട്ടുകൊണ്ടാണ് CPM ഈ കൊല ചെയ്തതെന്നത്. അതേമാതിരി തന്നെയാണ് ഈ മരണം നടന്നത്, യാതൊരു സംശയവുമില്ല. ഞങ്ങളാ വ്യക്തിയെ അദ്ദേഹം ക്രമക്കേട് നടത്തിയോ, അദ്ദേഹം വ്യക്തിപരമായിട്ട് അതിൽ അഴിമതി കാണിച്ചതല്ല പറഞ്ഞത്. ആ പദ്ധതിയിൽ പൂർണ്ണമായ ക്രമക്കേടും അഴിമതി നടന്നിട്ടുണ്ട്. അതൊന്നും പറയും, നാളെയും പറയും. അതിന് സംസാരിക്കുന്ന രേഖകളുണ്ട്. ആ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ഇന്നേ വരെ ഏതെങ്കിലും ഒരു വരവ് ചെലവ് കണക്കോ അതിൻ്റെ എന്തെങ്കിലും ഒരു കണക്ക് ഏതെങ്കിലും അവതരിപ്പിച്ചായിട്ട് രേഖയുണ്ട്? ഇല്ല. അത് ചില ആളുകൾക്ക് ജീവിക്കാനുള്ള ഒരു വരുമാന മാർഗമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു പദ്ധതിയാണ്. CPMനോട് ബന്ധപ്പെടുന്ന ആളുകളും അതിനുള്ള ശക്തമായ പ്രതിഷേധം UDF ഉയർത്തിയിട്ടുണ്ട്. അത് നിയമപരമായിട്ടും ഉയർത്തിയിട്ട് ഞങ്ങൾ പോകും, അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടും നാളുകളിൽ അതായിട്ട് പോകും. പക്ഷെ അദ്ദേഹത്തിൻ്റെ മരണം വെച്ചിട്ട് ഈ ക്രമക്കേടിനെ മറയ്ക്കാൻ നോക്കിയാൽ അത് UDF അംഗീകരിക്കില്ല.